ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ നമുക്ക് മീൻ കറി തേങ്ങ അരച്ച് വെച്ചതാണ്, മത്തിയാണ്. പിന്നെ ചീര, ചുവന്ന ചീര, അത് വറവിൽ വേവിച്ച്, അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഊണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതാ മത്തി ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇതാ അതിലുള്ള ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മത്തിയാണ്, കുറേ ദിവസമായി മത്തി കറി വെച്ചിട്ട്. അപ്പം ഇന്ന് തേങ്ങ അരച്ചുള്ള മത്തി കറിയാണ്. മത്തി നന്നാക്കലൊക്കെ കഴിഞ്ഞാണ്. ഇപ്പം ഇനിയും അത് നമുക്ക് പൊടികളൊക്കെ നേടലും അതുപോലെ തേങ്ങ അരച്ച് പാലിലാക്കിയിട്ടും ഒക്കെ റെഡിയാക്കി വെച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒക്കെ ആയത് തക്കാളി, പച്ചമുളക് അതൊക്കെ അരിയാണ്ട്. തക്കാളി വലിയ ഒരു തക്കാളിൻ്റെ പിന്നെ ചെറുത് ഒന്നുണ്ട്, അങ്ങനെ ചെറുതാക്കി ഇങ്ങോട്ട് കൊണ്ട് നുറുക്കാതെ. ഇനി ഇതാ പച്ചമുളക് അതൊന്നിങ്ങോട്ട് കീറിയിടാം. ഇനിയിപ്പോൾ പുളി പിഴിഞ്ഞ് വാരിയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പുളിയാണ്, വാളൻപുളി. അപ്പോൾ അത് 2-3 പ്രാവശ്യം പിഴിഞ്ഞ് വാരുന്നുണ്ട്. നല്ല പുളിയാണ്, നല്ല നാടൻ പുളിയാണ്. പിന്നെ അതിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ ചിരവിയത് മിക്സീൻ്റെ ജാറിലിടാം. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി അത് ചേർത്താണ് അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിലേക്കുള്ള പൊടികളൊക്കെ എടുക്കാം. മഞ്ഞൾപ്പൊടി അത് ചേർക്കാം. പിന്നെ മുളക് പൊടി. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്, അപ്പോൾ പിന്നെ നല്ല ഒരു സ്വാദ് തന്നെയാണ് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ. അത് മീൻ കറി മൺചട്ടിയിൽ. ഇനിയിപ്പോൾ അരച്ചത് അതിൽ ചേർക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് ഇനി അത് വേവിച്ചെടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെന്തിട്ടുണ്ട് കറിവേപ്പില അത് ചേർക്കാണ്. ഇനിയിപ്പോൾ വറുത്തിടുന്ന പണിയേ ഉള്ളൂ, അതായത് വറവിടുന്നത്. മീനൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ചെറിയ മത്തിയാണല്ലോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വറവിടുകയാണ്. ഇനി അതേ ഉള്ളൂ പണി. അപ്പോൾ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കറി ഇവിടെ ആയി. നമ്മൾക്കിനി ചീര നല്ല ചുവന്ന ചീരയാണ്. അപ്പോൾ അതൊന്ന് ആദ്യമൊന്നും ചെയ്യുന്നത് വെള്ളത്തിലിട്ട് വെക്കട്ടെ. ചളി ഒക്കെ ഒന്ന് വല്ല പൊടി ആയി മണ്ണ് ചളിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ ചുവന്ന ചീര, പിന്നെ അത്യാവശ്യം വലിയ തണ്ടൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ 1/2 കിലോ ഇല്ല, ഞങ്ങൾക്ക് പിന്നെ അത് മതിയല്ലോ 2 പേർക്ക്. അപ്പോൾ തണ്ട് ആവുന്നുണ്ട്, നമുക്ക് മുറിക്കാം. ഇനിയിപ്പോൾ എടുത്ത് നമുക്ക് കഴുകുകയാണ് വേണ്ടത് നല്ല പോലെ. അതായത് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും വേണം, എന്നിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് വെള്ളത്തിൽ അങ്ങനെ നിൽക്കട്ടെ കുറച്ച് സമയം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളമൊക്കെ ഊറ്റി ഒക്കെ കഴുകി ഒന്നുകൂടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് അതുകൊണ്ട് അതിലേക്ക് ഇനിയിപ്പോൾ ചീര നമുക്ക് അരിയാം.
ചെറുതാക്കി അങ്ങനെ അരിയാം. പിന്നെ പച്ചമുളക്, അത് പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ വട്ടത്തിൽ ചെറുതാക്കി ഇങ്ങോട്ട് നുറുക്കാം. പിന്നെ ഇതാ ചെറിയ ഉള്ളി ഉണ്ട് ഇവിടെ നുറുക്കി വെച്ചത്. ഇനിയിപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ അതിലിതാ ചെറിയ ഉള്ളിയും പച്ചമുളകും അത് നന്നാക്കി വഴറ്റിയെടുക്കാം. അതുകൊണ്ട് വഴന്ന ശേഷം നമുക്ക് ആ ചീര അത് അരിഞ്ഞു വെച്ചത് അതും ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ലേശം ഉപ്പിട്ട് ഇതാ കുറച്ച് ചെറിയൊരു വെള്ളത്തിൽ അത് വേവിച്ചെടുക്കും. അത്രേ ഉള്ളൂ. ഇതാ അപ്പോൾ നല്ലപോലെ വെന്ത് ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല വലിഞ്ഞു വന്നിട്ടുണ്ട്. ഏതായാലും നോക്കാം. ഒക്കെ പാകമായി. ഇനിയിപ്പോൾ ഇതാ ഊണ് കഴിക്കായി. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ മീൻ കറി, ഇതാ നമ്മളെ ചീര വറവിൽ വേവിച്ചത്, പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നല്ലൊരു ഊണിൻ്റെ വിഭവങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ. ഊണ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനുള്ളത്. ഇവിടെ ഉണ്ട് പഴങ്ങളൊക്കെ. ഓറഞ്ചാണ് അമ്മയ്ക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടത്തിൽ ബെൽ ബട്ടൺ എവിടെ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.